സെപ്റ്റംബർ 9 മുതൽ ഒക്ടോബർ 30 വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ. എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും. മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരകുണ്ട് റോഡ്, കാളിക. ഏറെ വിവാദങ്ങൾക്കും സമരങ്ങൾക്കും ശേഷം ചോക്കാട് പരുത്തിപ്പറ്റ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. 1.5 ലക്ഷത്തോളം രൂപ ഗ്രാമപഞ്ചായത്തും ചിലവഴിച്ചു. പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സിറാജുദ്ദീൻ നാടിന് സമർപ്പിച്ചു. പണ്ട് ലഭ്യമായ മുറക്ക് നമുക്ക് സ്ഥലപരിമിതി കൊണ്ട് ആദ്യമായി നമുക്ക് സ്ഥലം ഇണ്ണിയാജി എന്ന് പറയുന്ന വ്യക്തി നമുക്ക് സ്ഥലം നൽകുകയും ഇപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഗ്രൗണ്ട് വാട്ടർ ലെവൽ മറ്റ് നിയമപരമായ തടസ്സങ്ങൾ നീക്കുന്നതിന് വേണ്ടി അവര് 5 മാസത്തോളം നമ്മുടെ ഈ പ്രവർത്തികൾ ജില്ലയിൽ തന്നെ ഏക ഉദ്യോഗസ്ഥരാണ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഉദ്യോഗസ്ഥൻ. അത് നമുക്ക് 5 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് വെള്ളം ലഭ്യമാകൂല എന്ന ഈ ഒരു അറിയിപ്പ് കിട്ടിയത്. എന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമുക്ക് സ്ഥലം ഒരു ദിവസം രാവിലെ ചാലുള്ളി മുഹമ്മദ് സാഹിബ് നമുക്ക് 1 സെന്റ് ഭൂമിക്ക് മുസ്തഫാക്കാന്റെ ഒരു സ്ഥലം ഒന്ന് നോക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സുകൊണ്ട് സ്ഥലം സന്ദർശിക്കുകയും സ്ഥലം ഏറ്റെടുക്കാൻ പ്രായോഗിക തലങ്ങളിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഒരു സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളത് നിലമാണെങ്കിൽ പ്രായോഗിക തലങ്ങളിൽ നിരന്തരമായി മഞ്ചേരി ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും അതിന്റെ തക്കതായ പെർമിറ്റ് കിട്ടിയതിന് ശേഷമാണ് ഈ 1 സെന്റ് ഭൂമിയുടെ ആസ്തി നിലവിലെ ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രമല്ല, നിരന്തരമായ ഇടപെടൽ കൊണ്ട് മാസങ്ങൾ നീങ്ങി നിൽക്കെ നമ്മുടെ പദ്ധതി വൈകി നീണ്ടുപോയി. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ശ്രീ ഇസ്മായിൽ മൂത്തേടം അവരുടെ മുമ്പിൽ മാർച്ച് മാസം അവസാനം ഞാൻ പോയി നിരന്തരമായി ഇടപെട്ടതുകൊണ്ട് ഇസ്മായിൽ സാഹിബ് ഒരു വാക്ക് പറഞ്ഞത്, ഇനി നിങ്ങൾക്ക് സ്ഥലവുമില്ല, ഇത് കിട്ടുകയില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ കാൽ വെക്കുമെന്ന് വൈദ്യുതി വീണ് നിർബന്ധമായും ഈ പരിധിപ്പെട്ട നിവാസികൾക്ക് വെള്ളം ലഭ്യമാകണമെന്ന സതുദ്ദേശത്തോടുകൂടി അദ്ദേഹം അത് ശിരസാവാം. ഏറെ ആഘോഷപൂർവ്വമാണ് ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ പരുത്തിപ്പറ്റ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കുന്നതിന് സാധിച്ചത്. നേരത്തെ പല കുടിവെള്ള പദ്ധതികളും പ്രദേശത്തിനു വേണ്ടി സ്ഥാപിച്ചിരുന്നു. എങ്കിലും ഒരു പദ്ധതിയിലും പരുത്തിപ്പറ്റ നിവാസികൾക്ക് കുടിവെള്ളം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഏറെ വിവാദങ്ങൾക്കും പഞ്ചായത്ത് ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങൾക്കും ശേഷമാണ് പരുത്തിപ്പറ്റ കുടിവെള്ള പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമായത്. വെള്ളം ലഭിച്ചതോടെ പ്രദേശത്തുകാർ ഏറെ സന്തോഷത്തിലാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡായിട്ട് പോലും കുടിവെള്ളം ലഭ്യമാക്കാത്തതേറെ വിമർശനത്തിനിടയാക്കിയിരുന്നു. വേനൽക്കാലമായാൽ കുടിവെള്ളം ടാങ്കർ ലോറികളിലും മറ്റും എത്തിച്ചാണ് പ്രദേശത്തുകാർ കഴിഞ്ഞു പോന്നിരുന്നത്. മഴക്കാലത്ത് പോലും ശുദ്ധജലത്തിനായി ഏറെ നെട്ടോട്ടത്തിലായിരുന്നു പ്രദേശവാസികൾ. പദ്ധതിക്ക് വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾക്കൊടുവിലാണ് കുടിവെള്ളം വിതരണം ചെയ്യാൻ സാധിച്ചത്. വെള്ളം ലഭ്യമായതോടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രദേശത്തുള്ളവർ ഹാരമണിയിച്ച് ആദരിച്ചു. പദ്ധതിക്ക് വേണ്ടി സ്ഥലം നൽകിയവരെ പഞ്ചായത്ത് പ്രസിഡന്റ് മൊമെന്റോ നൽകി അനുമോദിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ നീലാംബ്ര സിറാജുദ്ദീൻ, വൈദ്യ റഷീദ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി റൌഫ, UDF നേതാക്കളായ കെ വി ഹമീദ്, MA ഹമീദ്, TS സമീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. Teddy Baby Diaper and Pants, made for Indian baby body type.